ഓക്കെ, വെൽക്കം ഓൾ. നമ്മൾ ബാങ്ക് എക്സാം 2026 മോക്ക് ടെസ്റ്റ് സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ SBI ക്ലർക്ക്, SBI PO, IBPS ക്ലർക്ക്, IBPS PO, IBPS RRB ക്ലർക്ക്, IBPS RRB PO എല്ലാത്തിനെയും മോക്ക് ടെസ്റ്റ് സീരീസ് ചെയ്യുന്നുണ്ടായിരിക്കും. ഒരു 20 മുതൽ 40 വരെയുള്ള ടെസ്റ്റുകൾ നമ്മൾ ചെയ്യാനാണ് പ്ലാൻ. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് SBI ക്ലർക്കിൻ്റെ ഫസ്റ്റ് മോക്ക് ടെസ്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ വേറെ ഇൻട്രൊഡക്ഷൻസ് ഒന്നുമില്ല. ഫസ്റ്റ് ഡയറക്റ്റ് നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, there are 3 sections A, B and C. ഓക്കെ, ഇതൊരു DA ആണ്. DAയിലെ കേസിലെ DA ആണ്. കേസിലെ DA എന്ന് പറയുമ്പോഴത്തേക്കും എന്താ, നമുക്ക് കുറേ ഡേറ്റാസ് ഇങ്ങനെ വേർഡ്സിൽ പറഞ്ഞിരിക്കും. അതിൽ നിന്ന് നമുക്ക് എടുത്ത് എഴുതിയിട്ട് ആൻസറോട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് there are 3 sections A, B and C. The total number of boys in A, B and C are consecutive multiples of 8. Okay, the ratio of girls in A and girls in B and boys in C is 2:1:1 respectively. And sum of girls in A and B is 240 and the total students in all the sections are 500. Okay, then ഒരു നോട്ട് പറഞ്ഞിട്ടുണ്ട്, ബോയ്സ് ഇൻ A is less than boys in B less than boys in C. ഓക്കെ, അപ്പോൾ എന്താ വായിച്ചിട്ട് മനസ്സിലായത്? അതായത് 3 സെക്ഷൻസ് ഉണ്ട്. ഓക്കെ, 3 സെക്ഷൻസ്. അപ്പോൾ നമുക്ക് ആദ്യമേ 3 സെക്ഷൻസ് നോട്ട് ചെയ്യാം. A, B ആൻഡ് C. റൈറ്റ് മതിയല്ലോ. A, B ആൻഡ് C. അതിൽ പറഞ്ഞിരിക്കുന്നത്, അപ്പോൾ ബോയ്സിൻ്റെ എണ്ണം ഉണ്ട്. ഓക്കെ, ബോയ്സിൻ്റെ എണ്ണം ഉണ്ട്, ഗേൾസിൻ്റെ എണ്ണം ഉണ്ട്. ഓക്കെ, അപ്പോൾ ബോയ്സിൻ്റെ എണ്ണം പറഞ്ഞിരിക്കുന്നത് കോൺസിക്യൂട്ടീവ് മൾട്ടിപ്പിൾസ് ഓഫ് 8 എന്നാണ്. അപ്പോൾ കോൺസിക്യൂട്ടീവ് മൾട്ടിപ്പിൾസ് ഓഫ് 8 എന്ന് പറയുമ്പോഴത്തേക്കും എക്സിൻ്റെ അടുത്തടുത്ത മൾട്ടിപ്പിൾസ്. നമുക്കിപ്പോൾ ഞാൻ ആദ്യമേ എക്സ് ആണെന്ന് എടുത്ത രണ്ടാമത്തെ എത്ര ആയിരിക്കും? X+8ഉം മൂന്നാമത്തത് X+16ഉം ആയിരിക്കും. 8ൻ്റെ വ്യത്യാസം ഉണ്ടല്ലോ കോൺസിക്യൂട്ടീവ് മൾട്ടിപ്പിൾസ് തമ്മിൽ. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? റേഷ്യോ ഓഫ് ഗേൾസിന്റെ റേഷ്യോ പറഞ്ഞിരിക്കുന്നത്. അതും എയിലെയും ബിയിലെയും പിന്നെ സിയിലെ ബോയ്സും വെച്ചിട്ട്. അപ്പോൾ എയിലെയും ബിയിലെയും ഗേൾസിന്റെ റേഷ്യോ ഒരു 2:1 പിന്നെ സിയിലെ ബോയ്സുമായിട്ടാണ് കമ്പയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് 2:1:1 ആണ്. ആ 1 യൂണിറ്റ് ആണ് X+16. മനസ്സിലായതോ? 2:1:1. ആ 1 യൂണിറ്റ് ആണ് X+16. അപ്പോൾ ഇവിടെ ഈ 1 യൂണിറ്റിന്റെ സ്ഥാനത്ത് എന്ത് തന്നെ വരും? X+16 തന്നെ വരത്തില്ലേ? ഓക്കെ, അപ്പോൾ ഇവിടെ എന്തായിരിക്കും? 2 യൂണിറ്റിന്റെ സ്ഥാനത്ത് ഇതിന്റെ സെക്കൻഡ് മൾട്ടിപ്പിൾ ആയ 2X+32 ആയിരിക്കത്തില്ലേ? ഓക്കെ, ഇത്രയും വരെ ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് എന്താ വേറെ ഡേറ്റ എന്താ തന്നിരിക്കുന്നത്? സം ഓഫ് ഗേൾസ് ഇൻ A ആൻഡ് B. എയിലെയും ബിയിലെയും ഗേൾസിന്റെ സമ്മ് 240 എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി നിങ്ങൾ പറഞ്ഞ എക്സിന്റെ ടേംസിൽ എയിലെയും ബിയിലെയും ഗേൾസിന്റെ സമ്മ് എത്ര? ഇവിടെ 2X, X കൂടെ കൂട്ടിയ 3X, 32 16 കൂട്ടിയ 48. അപ്പോൾ 3X+48 3X+48 ആണല്ലോ നമുക്ക് എന്താ നമ്മളുടെ ഈ എക്സിന്റെ ടൈംസിൽ എഴുതിയ. അതിന്റെ വാല്യൂ പറഞ്ഞത്ര? അതിന്റെ വാല്യൂ ആണ് 240 എന്ന് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ വാല്യൂ ആണ് 240. അപ്പൊ 3X+48 ആണ് 240 എങ്കിൽ ഇന്ന് 3X അഥവാ എക്സ് പെട്ടെന്ന് എങ്ങനെ കണ്ടുപിടിക്കാം? 48 അപ്പുറം പോകുമ്പോൾ എന്താവും? 240 - 48 ആവും. അതങ്ങനെ പെട്ടെന്ന് ചെയ്യാം. 240 48 കുറയ്ക്കണം. 240 40 കുറച്ചേ 200 കിട്ടും. 200 നിന്ന് വീണ്ടും ഒരു 8 കുറച്ച് 192 കിട്ടും. ഒറ്റ സ്റ്റെപ്പിൽ കിട്ടിയില്ലേ? അപ്പോൾ 3X = 192. ഇനി എക്സ് കണ്ടുപിടിക്കാൻ ക്യാൻസൽ ചെയ്യാം. 3 6 18, ദെൻ ഒരു 1 ഉണ്ട്, 1 2 കൂടെ ചേർന്ന് 12. 12ൽ 4 പ്രാവശ്യം. അപ്പോൾ എക്സ് കിട്ടി 67. എക്സ് കിട്ടിയ ബാക്കിയെല്ലാം നമുക്ക് എഴുതിക്കൂടെ? എക്സ് ബോയ്സിൻ്റെ എണ്ണം ഇവിടെ എക്സ് അല്ലേ, അപ്പോൾ ഇത് 64 വരും. അത് കിട്ടി. ഇനി എല്ലാം അടുത്തടുത്ത 8ന്റെ മൾട്ടിപ്പിൾ 64 കഴിഞ്ഞാൽ അടുത്ത മൾട്ടിപ്പിൾ 72. അതായത് 8 കൂട്ടിയാൽ മതി. പിന്നെ വീണ്ടും ഒരു 8 ഇതിൽ നിന്ന് കൂട്ടുക 80. 3 എണ്ണം ആയേ. ഇനി ഇതേ വാല്യൂ തന്നെയാണ് ഇതെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ അങ്ങനെയാണല്ലോ എഴുതിയത് 80. ഇനി ഇതിന്റെ ഡബിൾ ആണിത് 160. പക്ഷെ ഒരെണ്ണം മാത്രം നമുക്ക് മിസ്സിങ്ങാ. ഇതെങ്ങനെ കണ്ടുപിടിക്കും ഇനി പറഞ്ഞേ? അതായത് അതിനുള്ള ഹിന്റാണ് ലാസ്റ്റ് പറഞ്ഞത്. ടോട്ടൽ 500 പേരുണ്ട്. ടോട്ടൽ 500 പേരുണ്ട്. അപ്പോൾ ഇതിന്റെ എല്ലാത്തിൻ്റെയും കൂടെ ടോട്ടൽ 500. അപ്പോൾ ഒരാളെ മാത്രം കണ്ടുപിടിക്കണം. എന്ത് ചെയ്യണം? 500ൽ നിന്ന് ഇവരെ എല്ലാവരുടെയും കൂടെ സമ്മ് കുറച്ചാൽ മതിയല്ലോ. അപ്പോൾ ഇവരെല്ലാം സമ്മ് എഴുതാതെ തന്നെ കണ്ടുപിടിക്കുന്ന മെത്തേഡ് നമുക്കൊന്ന് നോക്കാം. അതായത് ഈ 80 കൂടെ 160, ആ 160 160 320, ആ 320 60, 380, 380 70, 450 ആണ്. അതായത് ഇവിടെ 380 38 എന്ന് എടുക്കണം. 38 7 45, അപ്പം 450. ഇനി 4 കൂട്ടിയ 6 456. അപ്പം നോക്കിയേ, 500ൽ നിന്നും 456 കുറച്ചാൽ മതി. എത്ര? 44. ഇതായിരിക്കും ബാക്കിയുള്ളത്. ഓക്കെ, ഇപ്പോൾ എല്ലാ ഡേറ്റാസുമായി ബോയ്സിൻ്റെയും ഗേൾസിൻ്റെ എല്ലാം എണ്ണം. ഇതാണ് ബോയ്സിൻ്റെ എണ്ണം, ഇത് ഗേൾസിൻ്റെ എണ്ണം. നമുക്കിനി ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ബോയ്സ് ഇൻ ബി ആർ വാട്ട് പെർസെൻറ്റേജ് ഓഫ് ഗേൾസ് ഇൻ ബി? ഇപ്പോൾ ബോയ്സ് ഇൻ ബി എത്രയാണ്? 72. അത് 80ൻ്റെ എത്ര ശതമാനമാണെന്ന്. അപ്പോൾ 72 80ൻ്റെ എത്ര ശതമാനമാണെങ്കിൽ 80 താഴെയാണ് × 100.
ഓരോ 0 ക്യാൻസൽ ചെയ്യുന്നു, 8 കൊണ്ട് ക്യാൻസൽ ചെയ്യുന്നു, 9 8 72, 9 ഗുണം 10 90% ആൻസർ. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ സിമ്പിൾ ആയിട്ട് ചെയ്തു. അടുത്തത് ഫൈൻഡ് ദ ആവറേജ് നമ്പർ ഓഫ് ബോയ്സ് ഇൻ ഓൾ ദ സെക്ഷൻസ്. അപ്പോൾ ബോയ്സിന്റെ ആവറേജ് കാണണം. ഓക്കെ, ബോയ്സിന്റെ എണ്ണം 64 72 80. എങ്ങനെ ചെയ്യും? ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യല്ലേ? വെരി ഗുഡ്. ഇവിടെ ഇത് കണ്ടിന്യൂസ് നമ്പേഴ്സ് അല്ലേ? 8 വിധമല്ലേ ഇവരുടെ കോമൺ ഡിഫറൻസ്. ഇപ്പോൾ കണ്ടിന്യൂസ് നമ്പേഴ്സ് ആണെങ്കിൽ ഒരേ രീതിയിൽ കൂടി പോകുന്നതാണെങ്കിൽ അതിന്റെ ആവറേജ് എന്താ? മിഡിൽ നമ്പർ അല്ലേ? അപ്പൊ ഇതിന്റെ 3ന്റെ മിഡിൽ നമ്പർ ഏതാ? 72. അത്രേ ഉള്ളൂ ചെയ്യാൻ. നിങ്ങൾ ഇത് 3ഉം കൂടെ കൂട്ടിയിട്ട് 3 കൊണ്ട് ഡിവൈഡ് ചെയ്താലും അത് തന്നെ നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പൊ നമുക്ക് ഒറ്റ സ്റ്റെപ്പിൽ എഴുതാം. അപ്പൊ എത്ര? 72 ആവറേജ് കിട്ടി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഇൻ സെക്ഷൻ ഡി ദ റേഷ്യോ ഓഫ് ബോയ്സ് ടു ഗേൾസ്. അപ്പൊ പുതിയൊരു സെക്ഷനാണ് പറഞ്ഞത്. നമുക്ക് എയും ബിയും സിയും ഉള്ളായിരുന്നു. പുതിയൊരു സെക്ഷൻ, അതിലെ റേഷ്യോ 3:4 എന്ന് പറയുന്നുണ്ട്. ഏതാ? ബോയ്സിന്റെയും ഗേൾസിന്റെ ആണല്ലോ. ഓക്കെ, ബോയ്സിന്റെയും ഗേൾസിന്റെ റേഷ്യോ പറയുന്നുണ്ട്. ആൻഡ് ഡിഫറൻസ് ബിറ്റ്വീൻ ബോയ്സ് ആൻഡ് ഗേൾസ് ഇൻ ഡി. അപ്പൊ ഇവരെ തമ്മിലുള്ള ഡിഫറൻസ് ഈ റേഷ്യോ പ്രകാരം 1 യൂണിറ്റ് അല്ലേ എനിക്ക് കിട്ടുന്നത്? 1 യൂണിറ്റിന് വരെ എത്ര എന്ന് പറഞ്ഞിട്ടുണ്ട്? അത് വിച്ച് ഈസ് ഈക്വൽ ടു ദ ഡിഫറൻസ് ബിറ്റ്വീൻ ബോയ്സ് ആൻഡ് ഗേൾസ് ഇൻ എ എന്ന്. അപ്പോൾ എയിലെ ബോയ്സിന്റെയും ഗേൾസിന്റെയും ഡിഫറൻസ് നോക്കണം. എയിലെ ബോയ്സിന്റെയും ഗേൾസിന്റെ ഡിഫറൻസ് എന്തുവായിരുന്നു? എയിലെ ബോയ്സ് ഇത്, ഗേൾസ് ഇത്. ഇപ്പം ഡിഫറൻസ് പറഞ്ഞാൽ പെട്ടെന്ന് പറയാം. 160 67 നമ്മളുടെ ഡിഫറൻസാണ്. നിങ്ങൾ കരുതും 160 60 വരുന്ന ഡിഫറൻസ് എത്ര വന്നേനെ? 100 വന്നേനെ. പക്ഷെ 60 ആണോ? അല്ല, 64. അപ്പം 4 കൂടെ കൂടണം. അപ്പം നമ്മൾ 100ൽ നിന്ന് 4 കുറയ്ക്കണം. അതായത് 96 ആയിരിക്കും. നിങ്ങൾ 160ൽ നിന്ന് 67 എഴുതി കുറയ്ക്കുന്ന അതേ മെത്തേഡ് തന്നെയാണ്. 160 60 ആയിരുന്നെങ്കിൽ ഡിഫറൻസ് 100 വന്നേനെ. ഇവിടെ 60 വരെ 64 ആണെങ്കിൽ അപ്പം 4 കൂടുമ്പോൾ ഇവിടെ 4 കുറയ്ക്കണം. 96 ആയിരിക്കും. ഓക്കെ, അപ്പോൾ 1 യൂണിറ്റ് 96 കിട്ടി. എങ്കിൽ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഫൈൻഡ് ദ ഗേൾസ് ഇൻ ഡി. അപ്പൊ ഡിയിലെ ഗേൾസിന്റെ എണ്ണം 4 യൂണിറ്റ് അല്ലേ? 1 യൂണിറ്റ് 96 ആണ്. 4 യൂണിറ്റ് 96 ഗുണം 4. 96 4 കൊണ്ട് ഗുണിക്കാനുള്ള എളുപ്പവഴി എന്താ? 100 ഗുണം 4 എത്ര? 400. ആ 400ൽ നിന്ന് 4 ഗുണം 4 കുറയ്ക്കുക. അതായത് ഞാൻ ഇവിടെ 100 എന്ന് എടുത്തു. 100 മൈനസ് 4 ഗുണം 4 എന്ന് എഴുതി. അതിനെ ഞാൻ ഒറ്റ സ്റ്റെപ്പിലൂടെ എഴുതി. 100 ഗുണം 4 400 മൈനസ് 4 ഗുണം 4 16. 400ൽ നിന്ന് 16 കുറച്ച് എത്ര കിട്ടും? 384. അപ്പൊ 384 ആയിരിക്കും നമ്മുടെ ആൻസർ. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ, 4ാമത്തെ ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ ടോട്ടൽ സ്റ്റുഡൻസ് ബോയ്സ് പ്ലസ് ഗേൾസ് ഇൻ ബി ഈസ് വാട്ട് പെർസെൻറ്റേജ് ഓഫ് ടോട്ടൽ സ്റ്റുഡൻസ് ഇൻ ഓൾ ദ സെക്ഷൻസ്. ഓക്കെ, ടോട്ടൽ സ്റ്റുഡൻസ് ഇൻ ബി ഈസ് വാട്ട് പെർസെൻറ്റേജ് ടോട്ടൽ സ്റ്റുഡൻസ് ഇൻ ഓൾ ദ സെക്ഷൻസ്. അപ്പോൾ ബിയിലല്ലേ ചോദിച്ചിരിക്കുന്നത്? ഓക്കെ, ബിയിലെ ടോട്ടൽ സ്റ്റുഡൻസ് നോക്കാം നമുക്ക്. ബിയിലെ ടോട്ടൽ എത്രയുടെ? 8 7 15 152 അല്ലേ ബിയിലെ ടോട്ടല്. അപ്പൊ 152 എന്നുള്ളത് എത്രന്റെ പെർസെന്റേജ്? നമുക്ക് ടോട്ടലിന്റെ പെർസെന്റേജ് ആണ്. ടോട്ടൽ നമുക്കറിയാലോ 500 ആണ്. എത്ര പെർസെന്റേജ് ആണ്? 2 സീറോസ് ക്യാൻസൽ ചെയ്ത് 5 കൊണ്ട് ക്യാൻസൽ ചെയ്ത് 3 5 15. അതായത് 30 പ്രാവശ്യം അടങ്ങും. 150 വരെ അടങ്ങും. അതായത് 2 അടങ്ങാത്തതുകൊണ്ട് നമ്മൾ 0 കൊടുത്തതാണ്. 150 വരെ അടങ്ങി. പിന്നെ ഓപ്ഷനിലെല്ലാം പോയിന്റ് കിടക്കുന്നതാണ്. ഞാൻ പോയിന്റ് ഇട്ട് ചെയ്യുക, അല്ലെങ്കിൽ മിക്സഡ് ഫ്രാക്ഷൻ ആക്കി. ഓപ്ഷനിൽ ഏതാണെന്ന് നോക്കണം, അതനുസരിച്ച് ചെയ്യണം. അപ്പോൾ 4 5 20. ഇപ്പോൾ 30.4 ആയിരിക്കും നമ്മുടെ ആൻസർ. സിമ്പിൾ ആയിട്ട് കിട്ടി. അടുത്ത ക്വസ്റ്റ്യൻ. അപ്പോൾ 4 ക്വസ്റ്റ്യനേ ഉള്ളായിരുന്നു. അടുത്ത 5ാമത്തെ ക്വസ്റ്റ്യൻ വല്ല അടുത്ത ഡി എ ആണ്. ഓക്കെ, അടുത്ത ഡി എന്താ നോക്കാം. ദ പൈ ചാർട്ട് ഗിവൺ ബിലോ ഷോസ് പെർസെന്റേജ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ടോട്ടൽ നമ്പർ ഓഫ് ബെഡ്സ്. ടോട്ടൽ ബെഡ്സിന്റെ എണ്ണമാണ്. വുഡൻ ഉണ്ട്, പ്ലാസ്റ്റിക് ബെഡുകളുണ്ട്. ABCD എന്ന് പറഞ്ഞാൽ ഡിഫറെന്റ് ഷോപ്പ്. അപ്പൊ റീഡ്. ഓക്കെ, അപ്പൊ നമുക്ക് അത് തന്നെ കണ്ടുപിടിക്കാം. അപ്പൊ എണ്ണം വേണമല്ലോ. A ഉണ്ട്, B C D E. ഇതാണ് നമുക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ടോട്ടൽ 1600 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എയുടെ എത്ര? 1600ന്റെ 20%. ഇപ്പൊ 2 രീതി ചെയ്യാം. ഒന്നെങ്കിൽ ഡയറക്റ്റ് നിങ്ങൾ 20% കൂടെ 2 സീറോ ക്യാൻസൽ ആവുമെന്ന് നിങ്ങൾക്ക് നോക്കാം. അപ്പോൾ 16 ഗുണം 2 32 കഴിഞ്ഞിട്ട് ഒരു 0 വരും. ഇതാണ് എ. അതല്ലാതെ എങ്ങനെ ചെയ്യാം? ഇവിടെ നിങ്ങൾ 1/5 എന്ന് എഴുതാം. 20% 1/5 ആണോ? അല്ലാണ്ട് 5 കൊണ്ട് ക്യാൻസൽ ചെയ്താലും നിങ്ങൾക്ക് ഇത് തന്നെ കിട്ടും. ഓക്കെ ആണല്ലോ. അടുത്ത 2ാമത്തേത് 12%. 12% ഞാൻ ഇതേ കണക്ക് തന്നെ ചെയ്യുന്നു. 1600ന്റെ 12% നോക്കിയേ. പെർസെന്റേജിന്റെ കൂടെ 2 സീറോ ക്യാൻസൽ ആണ്. 16 ഗുണം 12. 16 ഗുണം 12 എങ്ങനെ പെട്ടെന്ന് ചെയ്യാടെ? 16 12 എഴുതി ഗുണിക്കും അല്ലേ? അല്ലാതെ നമുക്ക് എങ്ങനെ 16 ഗുണം 12 ചെയ്യാനുള്ള എളുപ്പ വഴി. 16നെ 12ന്റെ മിഡിൽ നമ്പർ നോക്കാം. 14. ആ 14ന്റെ സ്ക്വയറിൽ നിന്ന് 2ന്റെ സ്ക്വയർ പറയുന്നതായിരിക്കും ആൻസർ. അതെങ്ങനെ കിട്ടുന്നത്? അതായത് 16നെ ഞാൻ 14 + 2 എന്നും
12നെ 14 - 2 എന്ന് എഴുതുമ്പോൾ ഇതെന്താ a + b a - b. a + b ന്റെ a - b എന്താ a² - b². അത് വെച്ചിട്ടാണ് 14ന്റെ സ്ക്വയർ - 2ന്റെ സ്ക്വയർ 196 - 4 192. ഒറ്റ സ്റ്റെപ്പിൽ ഇത് കിട്ടും. ഞാൻ ഇപ്പൊ പറഞ്ഞു തന്നുകൊണ്ടാണ് 2 സ്റ്റെപ്പ് വന്നത്. അടുത്തത് 18%. അത് ഇങ്ങനെ തന്നെ ചെയ്യാം. 18% എന്ന് എഴുതുമ്പോഴത്തേക്കും പെർസെന്റേജ് 2 0 ക്യാൻസൽ ചെയ്തിട്ട് 16 × 18 എന്ന് വരും. മിഡിൽ നമ്പർ ഏതാ 17. 17ന്റെ സ്ക്വയർ എത്ര 289. അതിൽ നിന്ന് 1ന്റെ സ്ക്വയർ ആ പറയുക. അപ്പൊ 288. 3 പേര് അടുത്ത ഡി 35%. അപ്പൊ 35% കണ്ടുപിടിക്കാൻ കുറച്ചുകൂടെ ബെറ്റർ. അതായത് 1600 × 35 എന്ന് പറഞ്ഞാൽ എത്ര 7/20 എന്ന് എഴുതുന്നതായിരിക്കും. അതല്ലെങ്കിൽ നിങ്ങൾക്ക് 35 × 16 ചെയ്യാം. 35 × 16 ചെയ്യാം. അങ്ങനെയായാലും ആൻസർ കിട്ടും. ഇവിടെ ഞാൻ പറയുന്നത് ഇത് 0 ക്യാൻസൽ ചെയ്തിട്ട് ഇവിടെ 80 കിട്ടും. 80 × 7 8 7 56 560. ഇതാണ് കുറച്ചുകൂടെ ബെറ്റർ. അപ്പോൾ നമ്മൾ ഓരോ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ അപ്രോച്ച് ആണ് ശ്രദ്ധിക്കേണ്ടത്. എങ്ങനെയാണ് പെട്ടെന്ന് ചെയ്യുന്നത്. അടുത്തത് ഈലത് 15%. 15% എന്ന് പറഞ്ഞാൽ 1600. 15 എത്ര 3/20. ഈ 15% 35 നമുക്ക് വന്നത് എങ്ങനെയാണെന്നറിയോ 5% എന്താ 1/20. അതിൽ നിന്നാണേ. അതായത് 20% 1/5 ആണ് 5%. അപ്പോൾ 3/20 ക്യാൻസൽ ചെയ്യുക. 80 × 3 240. എല്ലാ ഡേറ്റേഴ്സും ആയിട്ടുണ്ടല്ലോ. A B C D എല്ലാം ആയിട്ടുണ്ട്. നമുക്ക് ഇനി ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഫൈൻഡ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ടോട്ടൽ ബെഡ്സ് സോൾഡ് ബൈ ഡി ആൻഡ് ഡിയുടെയും ബിയുടെയും ടോട്ടൽ തമ്മിലുള്ള ഡിയുടെയും ബിയുടെയും നോക്കേ ഡി ബി 560 198. പെട്ടെന്ന് ഞാൻ പറയാം. 560ഉം 200ഉം ആയിരുന്ന ഡിഫറൻസ് എത്ര ആയിരുന്നു? ഇവിടെ 560 200 ആയിരുന്നു എന്ന് കരുതുക. ഡിഫറൻസ് എത്ര 360 അല്ലേ? 560 200ഉം തമ്മിൽ ഡിഫറൻസ് 360. പക്ഷെ 200 ആണോ 192 അല്ലേ? അപ്പൊ 8 കുറഞ്ഞില്ലേ? അപ്പൊ 8 നമ്മൾ കൂട്ടണം. അതായത് 360ൻ്റെ കൂടെ 8 കൂടെ കൂട്ടണം. 368. അത്രയേ ഉള്ളൂ. 368 ആൻസർ കിട്ടി. അടുത്ത ക്വസ്റ്റ്യൻ 6ാമത്തെ ക്വസ്റ്റ്യൻ. ഇഫ് ടോട്ടൽ വുഡൻ ബെഡ്സ് സോൾഡ് ബൈ ഇ ഈസ് 40% മോർ ദാൻ ദാറ്റ് ഓഫ് plastic bed sold by the same shop, then find the total plastic bed sold by E is what percentage? എന്താ പറഞ്ഞിരിക്കുന്നത്? ടോട്ടൽ വുഡൻ ബെഡ്സ് സോൾഡ് ബൈ ഇ. അപ്പൊ ഈയില് ബെഡ്സിന്റെ കാര്യം അവരിപ്പോ വുഡനും പ്ലാസ്റ്റിക്കും ഒക്കെ പറയുക. അന്നേരം അത് 40% കൂടുതലാണെന്ന്. ഏതിനേക്കാളും പ്ലാസ്റ്റിക് ബെഡ്. എടാ അപ്പൊ ഞാൻ പറയാം പ്ലാസ്റ്റിക് ബെഡ്സ് 100% ആയിരുന്നു. ഇത് 140% ഇല്ല. ഇതിൽ 40% കൂടുതലെന്ന് പറയുന്നത്. ഓക്കെ ആണല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം ഈയിലെ ടോട്ടൽ എത്ര ആയിരുന്നു പറഞ്ഞേ. സോറി, ഈയിലെ ടോട്ടൽ 240 അല്ലേ? 240 ആകുമ്പോൾ നമുക്ക് ചെയ്യാൻ എളുപ്പമാണ്. കാര്യം 240ന്റെ 100 150% എഴുതിയാൽ ഇത് 100 കിട്ടും. കറക്റ്റ് നമ്പറാണ്. ഇത് 140 തന്നെ കിട്ടും. കാരണം 240 ആണല്ലോ. അപ്പോൾ രണ്ടും പെർഫെക്റ്റ് നമ്പറുകളാ. ഓക്കെ, എനിക്ക് നമ്മൾ ദെൻ ഫൈൻഡ് ദ ടോട്ടൽ പ്ലാസ്റ്റിക് ബെഡ് സോൾഡ് ബൈ ഇ. ടോട്ടൽ പ്ലാസ്റ്റിക് ബെഡ് സോൾഡ് ബൈ ഇ is what percentage of total beds sold by A. ഇനി എയുടെ ടോട്ടൽ ബെഡ്സ് എത്ര ആയിരുന്നു? 320ന്റെ എത്ര പെർസെൻറ്റേജ് ആണ്? അപ്പോൾ താഴെ എന്തോ വരും 320 × 100. ഒരു 0 പോട്ടെ. പാതി അടുക്ക് 16. ഇവിടെ പാതി അടുക്ക് 50. വീണ്ടും പാതി അടുക്ക് 8. ഇവിടെ പാതി അടുക്ക് 25. വീണ്ടും പാതി അടുക്ക് 4. ഇവിടെ 5. ഇപ്പൊ 25 × 5 എത്ര 125/4. എങ്ങനെയാ? മിക്സഡ് ഫ്രാക്ഷൻ ആണ്. 3 4 12. അപ്പൊ 31 ആകുമ്പോൾ 124 വരാവും. പിന്നെ ഒരു 1/4 31 1/4%. ഇത്രയേ ഉള്ളൂ ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 7 ഫൈൻഡ് ദ റേഷ്യോ ഓഫ് ടോട്ടൽ ബെഡ്സ് വുഡൻ പ്ലസ് പ്ലാസ്റ്റിക് സോൾഡ് ബൈ സി ടു ടോട്ടൽ ബെഡ്സ് വുഡൻ പ്ലസ് പ്ലാസ്റ്റിക് സോൾഡ് ബൈ എ ആൻഡ് ബി ടുഗദർ. ഓക്കെ, എന്താണ് റേഷ്യോ ടോട്ടൽ ബെഡ്സ് ബൈ സി? സിയുടെയും ടോട്ടലും പിന്നെ എ ആൻഡ് ബി, എയുടെയും ബിയുടെയും കൂടെ ഒരുമിച്ച്. അപ്പോൾ സിയും എ ആൻഡ് ബി ടുഗദർ. സി എത്ര 288. എയും ബിയുടെ ഒരുമിച്ച് എത്ര കൂടെ 320ൻ്റെ കൂടെ. അപ്പോൾ ആദ്യം 288 ഉണ്ട്. എ ആൻഡ് ബി 320ൻ്റെ കൂടെ 200 ആയിരുന്നു പറഞ്ഞേ. 200 ആയിരുന്നു കൂട്ടേണ്ടതെങ്കിൽ 520 ആയേനെ. 200 ആണോ? അല്ല. അപ്പം 520 8 കൂടെ കുറച്ചാൽ 512. 512ഉം 288 288 512. എത്ര കൊണ്ട് ക്യാൻസൽ ചെയ്യാം? 12. ആദ്യമേ പാതി അങ്ങ് എടുക്കാം. 144 256.
വീണ്ടും നിങ്ങൾക്ക് പാതി എടുക്കാം. 72 128. 12 കൊണ്ട് ക്യാൻസൽ ആവുന്നതാണോ? 12 കൊണ്ട് പറ്റത്തില്ല. 8 കൊണ്ട് ക്യാൻസൽ ആവും. വീണ്ടും 8 9 72 1 8 48 6 48. സോറി 8 9 ആണല്ലോ, ഇവിടെ ഞാൻ 9 എഴുതിയിരിക്കുന്നു. 8 കൊണ്ടാണ് ആൻസർ. 8 ഗുണം 9 72, 8 ഗുണം 16. അപ്പോൾ 9:16 ആയിരിക്കും ആൻസർ. ഇവിടെ നിങ്ങൾക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് ഇപ്പം ഞാനിവിടെ പാതി എടുത്തു എന്ന് പറഞ്ഞാൽ 2 കൊണ്ട് ക്യാൻസൽ ചെയ്തു, വീണ്ടും 2 4 പിന്നെ ഒരു 8 കൊണ്ട്. അപ്പോൾ അത് പെട്ടെന്ന് ആദ്യം 4 കൊണ്ട് പിന്നെ 8 കൊണ്ടാണ് ഒന്നുകൂടെ പെട്ടെന്ന് കിട്ടും. ഓക്കെ, അടുത്ത ഇഫ് ടോട്ടൽ ബഡ്സ് വുഡൻ പ്ലസ് പ്ലാസ്റ്റിക് സോൾഡ് ബൈ ഷോപ്പ് പി ആർ 80 മോർ ദാൻ ദാറ്റ് ഓഫ് ഷോപ്പ് ഡി. അപ്പോൾ പി പുതിയൊരാളല്ലേ? ഓക്കെ, പറയാണ് ഇഫ് അയാളുടെ പറയാണ് പി ഈസ് 80 മോർ ദാൻ ദാറ്റ് ഓഫ് ബൈ ഷോപ്പ് ഡി. ഡിയേക്കാളും 80 കൂടുതലെന്ന്. ഡി എത്ര ആയിരുന്നു? ഡി 560 ആയിരുന്നു. അപ്പോൾ 80 കൂടുതലെന്ന് പറയുമ്പോൾ 640. ഓക്കെ, ഫൈൻഡ് ദ ആവറേജ് നമ്പർ ഓഫ് ബഡ്സ് സോൾഡ് ബൈ പി ആൻഡ് ഡി. ഇനി പിയുടെ ഇയുടെയും കൂടെ ആവറേജ് ആകണ്ടേ. അപ്പോൾ രണ്ടും കൂടെ ആഡ് ചെയ്തിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ 640 ഇയുടെ എത്ര ആയിരുന്നു? എല്ലാം മറന്നു പോവാന്നല്ലോ, എല്ലാം ഓർത്ത് വെക്കണമെന്ന് പറഞ്ഞിട്ട് ഈയുടെ 240. 240/2. അപ്പോൾ 6 4 6 2 8 880 പാതി 440. ഓക്കെ, 440 ആണ് ആവറേജ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ 9ാമത്തെ ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ കറസ്പോണ്ടിങ് സെൻട്രൽ ആംഗിൾ ഇൻ ഡിഗ്രി ഫോർ ദ ടോട്ടൽ നമ്പർ ഓഫ് ബഡ്സ് സോൾഡ് ബൈ ബി ആൻഡ് സി. ഇപ്പം ബിയും സിയും, ബി ഇത് സി ഇത് മൊത്തം എത്ര പെർസെൻറ്റേജാണ്? 30% അല്ലേ? ഇവിടെ സെൻട്രൽ ആംഗിൾ കണ്ടുപിടിക്കാനുള്ളതെന്ന് വെച്ചാൽ ടോട്ടൽ ഒന്നും എടുക്കാതെ ടോട്ടൽ എടുത്ത് നിങ്ങൾക്ക് ചെയ്യാം. സെൻട്രൽ ആംഗിൾ കണ്ടുപിടിക്കാൻ 30% ടോട്ടൽ 360 ഡിഗ്രി. സോറി, അതായത് 30% 100%. ഈ ടോട്ടൽ അതായത് ഇതെല്ലാം കൂടെ 100% ഇല്ലേ? 100% 360 ഡിഗ്രി. അപ്പോൾ 10% വെച്ചാൽ 36 ഡിഗ്രി കിട്ടും. അപ്പം നമുക്ക് കണ്ടുപിടിക്കേണ്ട ബിയുടെ സിയുടെ സമ്മാമം 30 ഡിഗ്രി. 30 ഡിഗ്രി എന്ന് പറഞ്ഞാൽ അപ്പം സോറി 30% എന്ന് പറഞ്ഞാൽ എത്ര? 36 108 ഡിഗ്രി ആയിരിക്കും. മനസ്സിലായോ? ടോട്ടൽ 100% 360 ഡിഗ്രി. അപ്പം നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ ഇവരുടെ സമ്മ മതി 30%. 30% അപ്പം 108 ഡിഗ്രി വരും. ഇത്രയേ ഉള്ളൂ. ഓക്കെ, അടുത്ത 10ാമത്തെ ക്വസ്റ്റ്യൻ. അടുത്ത അപ്പോൾ 2ാമത്തെ ഡി എയും കഴിഞ്ഞു കേട്ടോ. ഇത് മെൻസുറേഷൻ ആണ് ക്വസ്റ്റ്യൻ. ഇഫ് ദ റേഷ്യോ ഓഫ് ലെങ്ത് ടു ബ്രെഡ്ത്ത് ഓഫ് എ റെക്ടാങ്കിൾ, ലെങ്ത് ടു ബ്രെഡ്ത്ത് റേഷ്യോ 3:4. അപ്പം നിങ്ങൾ 3x-ഉം 4x-ഉം എന്നൊക്കെ എടുക്കും. ആൻഡ് ദ പെരിമീറ്റർ ഓഫ് ദ റെക്ടാങ്കിൾ ഈസ് 88 സെൻറ്റിമീറ്റർ. നമ്മൾ 3x-ഉം 4x-ഉം ഒന്നും എടുക്കും. അപ്പോൾ എക്സ് എടുക്കാതെ കോമൺ ആയിട്ട് നമുക്ക് എങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ ഞാൻ പറയാം, ലെങ്ത് 3ഉം ബ്രെഡ്ത്ത് 4ഉം ആണെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ പെരിമീറ്റർ എത്ര വരണ്ടേ? 2 ലെങ്തും ബ്രെഡ്ത്തും കൂടെ കൂട്ടുന്നത് 3ഉം 4 കൂട്ടി 7. എത്രയാണ് വരേണ്ടത്? പെരിമീറ്റർ അല്ലേ വെച്ചിരിക്കുന്നത്? സോറി, 7:4 3:4 എന്നൊക്കെ എഴുതി വെച്ചിരിക്കുന്നത്. കൊള്ളാം എന്തായാലും. 7 4 11 11 ഗുണം 2 22 എന്ത് വരേണ്ടത്? പെരിമീറ്റർ വരേണ്ടത് അക്കോർഡിംഗ് ടു നമ്മളുടെ 7 4 ഒന്ന് എടുത്താൽ. പക്ഷെ 22-ന് പകരം 88 എന്നാണ് പറഞ്ഞത്. ഇപ്പം 22 88 ആക്കണേ 4 കൊണ്ട് ഗുണിക്കണം. അപ്പം നമുക്ക് ഇവിടുത്തെ കറക്റ്റ് ലെങ്ത് എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും? 28. കറക്റ്റ് ബ്രെഡ്ത്ത് എത്ര ആയിരിക്കും? 4 16. നമുക്ക് ഇനി എന്ത് ചോദിച്ചിരിക്കുന്നത്? ദെൻ ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ റെക്ടാങ്കിൾ. ഏരിയ ഓഫ് ദ റെക്ടാങ്കിൾ എന്താണ്? 28 ഗുണം 16. 28 ഗുണം 16 എങ്ങനെ ഗുണിക്കാം? പെട്ടെന്ന് പറയാം. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. സ്റ്റെപ്പ് പറയാം. 28 ഗുണം 10 എത്ര? 280 പ്ലസ് 28 ഗുണം 6. 28 ഗുണം 6 ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുന്നത്. 20 ഗുണം 6 എത്ര? 120. 28 ഗുണം 10 ചെയ്തു. 28 ഗുണം 6 ആണേ. 20 ഗുണം 6 8 ഗുണം 6 48. എല്ലാം അവിടെ കൂട്ടിനി 228 12 കൂട്ടിയ 40 അല്ലേ? അപ്പം 400 448. ഇത്രയേ ഉള്ളൂ. ഓക്കെ, അടുത്ത എ സോൾഡ് ആൻ ആർട്ടിക്കിൾ ടു ബി അറ്റ് ₹48 അറ്റ് എ പ്രോഫിറ്റ് ഓഫ് 20%. ഇഫ് എ സെൽസ് ദ സെയിം ആർട്ടിക്കിൾ ടു സി അറ്റ് എ ലോസ് ഓഫ് 15%, then find the selling price of the articles. ഓക്കെ, എന്താ പറഞ്ഞിരിക്കുന്നത്? എ സോൾഡ് ആൻ ആർട്ടിക്കിൾ ടു ബി അറ്റ് ₹48 പ്രോഫിറ്റ്
ഓഫ് 20%. ഇപ്പോൾ എ ബിക്ക് കൊടുക്കുക 5% ലാഭത്തിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5% എത്ര പറഞ്ഞേ, എത്രയാ? 1/20. സോറി, 5% അല്ല, 20%. 20% എത്ര? 1/5. 20% പ്രോഫിറ്റിന് വിൽക്കുക എന്ന് പറഞ്ഞാൽ 1/5. ഓക്കെ, ഇതായിരുന്നു 1/5. 20% വെച്ചാൽ 1/5 ആണ്. അപ്പോൾ അതിനർത്ഥം 5 രൂപ ആയിരുന്നു ആ സാധനത്തിൻ്റെ വിലയെങ്കിൽ 1 രൂപ ലാഭം കൂടെ ചേർത്ത് 6 രൂപയ്ക്കായിരിക്കും ബിക്ക് വിറ്റത്. ഓക്കെ, അപ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട് ബിക്ക് വിറ്റത് എത്ര? 6 അല്ല 48 ആണ്. 6നെ 48 ആക്കണേ എത്ര കൊണ്ട് ഗുണിക്കണം? 8 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ ഇവിടെ 8 കൊണ്ട് ഗുണിച്ചേ, അപ്പോൾ എത്ര കിട്ടും? 40 കിട്ടും. അപ്പോൾ 40 രൂപയുടെ സാധനമാണ് 48 രൂപ കിട്ടും. ഓക്കെ, ഇനി ഇഫ് എ സെൽസ് ദ സെയിം ആർട്ടിക്കിൾ ടു സി, ഇനി സിക്ക് വിൽക്കുകയാണ്, എത്ര? 15% നഷ്ടത്തിനാണ് വിൽക്കുന്നത്. അപ്പോൾ 40ന്റെ 15% കണ്ടുപിടിക്കാം. 40ന്റെ 15% കണ്ടുപിടിക്കാം. 15% നമ്മൾ മുമ്പേ ഇവിടെ പറഞ്ഞതാ, എത്ര? 3/20. അപ്പോൾ ക്യാൻസൽ ചെയ്യുമ്പോൾ 6 രൂപ നഷ്ടത്തിനായിരിക്കും വിൽക്കുന്നത്. 6 രൂപയുടെ നഷ്ടത്തിൽ വിറ്റാൽ 34 രൂപയ്ക്കായിരിക്കും വിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് തന്നെ ചോദിച്ചിരിക്കുന്നില്ലേ, സെല്ലിംഗ് പ്രൈസ് ഓഫ് ഇത്രയേ ഉള്ളൂ, 34. ഓക്കെ, എ മിൽക്ക് മാൻ മിക്സ്ഡ് 40 liters of milk in 20 liters of water to make a mixture. What amount of water is to be mixed to reverse the ratio? ഓക്കെ, അപ്പോൾ ഒരു മിൽക്ക് മാൻ മിക്സ്ഡ്, അപ്പോൾ മിൽക്ക് ഉണ്ട്, വാട്ടർ ഉണ്ട്. അപ്പോൾ എത്രയാ? 40 liters ഓഫ് മിൽക്ക് 20 liters ഓഫ് വാട്ടറാണ് മിക്സ് ചെയ്തത്. ഇനി വാട്ട് എമൗണ്ട് ഓഫ്, അപ്പോൾ ഇവിടെ റേഷ്യോ എത്ര? ഇപ്പം ക്യാൻസൽ 2:1 ആണ്. ഇനി നമുക്ക് എന്താ ആഡ് ചെയ്യേണ്ടത്? വാട്ട് എമൗണ്ട് ഓഫ് വാട്ടർ ആണ് ആഡ് ചെയ്യേണ്ടത്, ഇവിടെ ആഡ് ചെയ്യണം. അപ്പോൾ റേഷ്യോ എന്താവണം? റിവേഴ്സ് ആവണം, അതായത് 1:2 എന്നാവണം. ഓക്കെ, നമുക്ക് റേഷ്യോ വെച്ച് ചെയ്യാം. നിങ്ങൾക്ക് ഇതിവിടെ എക്സ് ഇട്ട് അത് എത്ര ആഡ് ചെയ്യുന്നു എന്ന് വെച്ച് ചെയ്യാം. ഞാൻ അതിനേക്കാളും ബെറ്റർ ആയിട്ട് ഇത് റേഷ്യോ വെച്ച് അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞുതരാം. ശ്രദ്ധിക്കുക, ഇവിടെ 2:1 അല്ലേ റേഷ്യോ? ഈ റേഷ്യോ നമുക്ക് 1:2 ആക്കണം. എന്താ നമ്മൾ ആഡ് ചെയ്യണം? വാട്ടർ ആഡ് ചെയ്യുന്നുവെങ്കിൽ അക്കോർഡിംഗ് ടു ദ കൺസെപ്റ്റ് ഓഫ് റേഷ്യോ മിൽക്ക് സെയിം ആയിരിക്കണ്ടേ? മിൽക്കും വാട്ടറും ഉള്ളൊരു മിക്സറിലേക്ക് ഞാൻ വാട്ടർ മാത്രമാണ് ആഡ് ചെയ്യുന്നതെങ്കിൽ മിൽക്കിൻ്റെ എമൗണ്ട് സെയിം ആയിരിക്കണ്ടേ? പക്ഷേ ഇവിടെ മിൽക്കിൻ്റെ എമൗണ്ട് സെയിം ആണോ? അല്ല. അപ്പോൾ നമുക്ക് സെയിം ആക്കണം. എങ്ങനെ ആക്കാം? അപ്പോൾ 2:1 ആണ് ആദ്യത്തത്. ഇപ്പോൾ രണ്ടാമത്തെ റേഷ്യോ, ഇപ്പോൾ ഞാൻ ഇതിനെ ഒന്നുകൂടെ എടുത്ത് എഴുതുകയാണ്. രണ്ടാമത്തെ റേഷ്യോ ഞാൻ 2 കൊണ്ട് ഗുണിച്ചാൽ 2:4 എന്നാവത്തില്ലേ? ഇതിനെ മൊത്തത്തിൽ 2 കൊണ്ട് ഗുണിച്ചാൽ. ഇപ്പം നോക്കാം, മിൽക്ക് സെയിം ആയില്ലേ? വാട്ടർ മാത്രമല്ലേ മാറുന്നുള്ളൂ. ഓക്കെ ആണല്ലോ? അപ്പോൾ വാട്ടർ എത്ര യൂണിറ്റാണ് കൂടിയത്? 3 യൂണിറ്റ്. അപ്പോൾ 3 യൂണിറ്റ് എത്രയാണെന്ന് കണ്ടുപിടിക്കണേ നമുക്ക് ഇവിടുന്ന് ആദ്യമേ കണ്ടുപിടിക്കണം. ഇവിടുത്തെ ടോട്ടൽ നമുക്കറിയാം, എത്ര? 60 അല്ലേ? ഇവിടുത്തെ ടോട്ടൽ, അതായത് 3 യൂണിറ്റ് ആണ് 60 ലിറ്റർ എങ്കിൽ ഇവിടെ നമുക്ക് 3 യൂണിറ്റ് തന്നെയാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ 60 ലിറ്റർ തന്നെ ആയിരിക്കും ആൻസർ. ഓക്കെ, 60. മനസ്സിലാവാത്തൊരു ഒന്നുകൂടെ ഒന്ന് കേട്ട് നോക്കിയാൽ മനസ്സിലാവും. അടുത്ത 11ാമത്തെ ക്വസ്റ്റ്യൻ, ബോട്ട് ആൻഡ് സ്ട്രീം. സ്പീഡ് ഓഫ് എ ബോട്ട് ഇൻ സ്റ്റിൽ വാട്ടർ and upstream speed of the boat are 30 and 16. Okay, if boat take 20 hours to cover x plus 80 kilometer downstream, find the value of x. Okay, speed of a boat in still water. അപ്പോൾ still water സ്പീഡ്, ബോട്ടിൻ്റെ സ്പീഡ്, ഡൗൺസ്ട്രീം സ്പീഡ്, അപ്സ്ട്രീം സ്പീഡ്, ഇതിൻ്റെ ബന്ധം എന്താണെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ബോട്ട് ആൻഡ് സ്ട്രീം എന്താണെന്ന് അറിഞ്ഞുകൂടാത്തവർക്ക് ചെറിയൊരു ബേസിക് ആയിട്ടുള്ളൊരു കാര്യം പറയാം. അതായത് നമ്മൾ ബോട്ട് വെള്ളത്തിലൂടെ ഒഴുകുകയാണ്, അല്ല സ്ട്രീമിലൂടെ പോവാണ്. അപ്പോൾ ബോട്ടിനൊരു സ്പീഡുണ്ട്, സ്ട്രീമിനൊരു സ്പീഡുണ്ട്. ഇപ്പം നിങ്ങൾ കരുതുക ഒഴുക്കിനൊപ്പം പോവുകയാണെന്ന് കരുതുക. ബോട്ട് ഒഴുക്കിനൊപ്പം പോവുകയാണ്, ഹൊയ്യ ഹൊയ്. അപ്പോൾ ഒഴുക്കിനൊപ്പം പോകുമ്പോൾ ഒഴുക്കിൻ്റെ കൂടെ ആയിരിക്കും പോകുന്നത്. അപ്പോൾ അതായത് ഒരേ ഡയറക്ഷനിൽ എലോങ് ദ സ്ട്രീം എന്ന് പറയും. അപ്പോൾ ബോട്ടിൻ്റെ സ്പീഡ്, ടോട്ടൽ സ്പീഡ് എന്തായിരിക്കും? ബോട്ടിനൊരു സ്പീഡ് ഓൾറെഡി ഉണ്ടല്ലോ, അപ്പോൾ ആ ഒഴുക്കിൻ്റെ സ്പീഡും കൂടെ ആഡ് ആവും. ഓക്കെ ആണല്ലേ? ഇതാണ് ഡൗൺ സ്ട്രീം എന്ന് പറയുന്നത്. എന്താണ്? ഡൗൺ സ്ട്രീം. ഇനി അപ് സ്ട്രീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോട്ട് ഒഴുക്കിനെതിരെ ആയിരിക്കും പോകുന്നത്. അതായത് ഒഴുക്കൊരു ഡയറക്ഷനുണ്ട്, ബോട്ട് അതിന് എതിരെ ആയിരിക്കും പോകുന്നത്. അപ്പോൾ എപ്പോഴും ടോട്ടൽ സ്പീഡ് എന്ന് പറഞ്ഞാൽ ബോട്ടിൻ്റെ സ്പീഡിൽ നിന്നും ആ സ്ട്രീമിൻ്റെ സ്പീഡ് കുറയ്ക്കുക. കാര്യം അത് ഒപ്പോസിങ് അല്ലേ, സ്ട്രീമിൻ്റെ സ്പീഡ് കുറയ്ക്കുന്നത്. അപ്പോൾ അപ് സ്ട്രീം സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ബോട്ടിൻ്റെ സ്പീഡിൽ നിന്നും സ്ട്രീമിൻ്റെ സ്പീഡ് കുറയ്ക്കുന്നതായിരിക്കും. ഡൗൺ സ്ട്രീം സ്പീഡ് എന്താ?
ഡൗൺ സ്ട്രീം സ്പീഡ് എന്ന് വെച്ചാൽ രണ്ടുപേരുടെ സ്പീഡ് ആഡ് ചെയ്യുന്നതായിരിക്കും. ഇനി നമുക്ക് ഓക്കെ ഇനി ഇവിടെ സ്പീഡ് ഓഫ് ബോട്ട് ഇൻ സ്റ്റിൽ വാട്ടറിലെ സ്പീഡാണ് സ്പീഡ് ഓഫ് സ്ട്രീം എന്ന് പറയുന്നത്. സ്റ്റിൽ വാട്ടറിലെ സ്പീഡ് 30-ഉം ബോട്ടിന്റെ സ്പീഡാണ് സ്റ്റിൽ വാട്ടറിലെ സ്പീഡ് എന്ന് പറയുന്നത്. ബോട്ടിന്റെ സ്പീഡ് 30 ആൻഡ് ഇനി അപ്സ്ട്രീം ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്സ്ട്രീം 16. അപ്പോൾ ഞാൻ പറഞ്ഞ ലോജിക്ക് ഒന്ന് മനസ്സിലാലോചിക്കേ. ബോട്ടിന് ഒരു സ്പീഡുണ്ട് 30, അപ്സ്ട്രീം സ്പീഡ് 16 എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ബോട്ടിന്റെ സ്പീഡിൽ നിന്ന് സ്ട്രീമിന്റെ സ്പീഡ് കുറയ്ക്കുമ്പോഴാണ് എന്ത് കിട്ടുന്നത്? അപ്സ്ട്രീം സ്പീഡ്. എന്താണ് അപ്സ്ട്രീം സ്പീഡ്? അപ്പോൾ 30-ൽ നിന്ന് എത്ര കുറച്ചാലാണ് 16 കിട്ടുന്നത്? 14 കുറച്ചാലാണ്. അപ്പോൾ എത്ര ആയിരിക്കും? സ്ട്രീമിന്റെ സ്പീഡ് 14 ആയിരിക്കും. ഓക്കെ, ഇനി ബോട്ടിന്റെ സ്പീഡും സ്ട്രീമിന്റെ സ്പീഡും കൂട്ടുമ്പോഴാണ് എന്ത് കിട്ടുന്നത്? ഡൗൺ സ്ട്രീം കിട്ടുന്നത്. അപ്പോൾ ഡൗൺ സ്ട്രീം 44, അപ്സ്ട്രീം 16. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് വേണമെങ്കിൽ ഡൗൺ സ്ട്രീം അപ്സ്ട്രീമിൽ നിന്ന് ഇത് കണ്ടുപിടിക്കുന്നത് നിങ്ങൾക്ക് അറിയാവോ? ഇത് രണ്ടും കൂടെ കൂട്ടിയ 44, 6, 50, 60ന്റെ പാതി ആയിരിക്കും ബോട്ടിന്റെ സ്പീഡ്. ഇനി ഇത് നമ്മൾ ഡിഫറൻസ് എടുത്ത് 28ന്റെ പാതി ആയിരിക്കും സ്ട്രീമിന്റെ സ്പീഡ്. എല്ലാം കണക്റ്റഡ് ആണ്. എവറിത്തിങ് ഈസ് കണക്റ്റഡ്. ഓക്കെ, ദെൻ നമുക്ക് വേണ്ടത് ഈ ബോട്ട് ടേക്സ് 20 hours ടു കവർ x + 80 കിലോമീറ്റർ. അപ്പോൾ ബോട്ട് ടേക്സ് 20 hours. അപ്പോൾ നമുക്ക് കറക്റ്റ് സ്പീഡുകളെല്ലാം കിട്ടിയേ. നമുക്ക് ഇനി എന്താ വേണ്ടത്? 20 hours. അപ്പോൾ സ്പീഡ് ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം എന്നറിയാം. ഇവിടെ എന്ത് നമുക്ക് പറഞ്ഞിരിക്കുന്നത്? ടൈം പറഞ്ഞിട്ടുണ്ട്. ടൈം 20, ഡിസ്റ്റൻസ് എത്ര? x + 80. ഇനി ഡൗൺ സ്ട്രീമാണ്. ഡൗൺ സ്ട്രീം സ്പീഡ് എത്ര ആയിരുന്നേ? 44. ഓക്കെ, അപ്പൊ ഇതാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അതായത് ടൈം ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡ് എന്ന് ഞാൻ എടുത്തത്. സ്പീഡ് എന്ന് പറഞ്ഞാൽ ഡൗൺ സ്ട്രീമിൽ പോകുന്നതുകൊണ്ട് ഡൗൺ സ്ട്രീം സ്പീഡ് എടുത്തു. 44 ആണ്. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 44 × 2 88 കഴിഞ്ഞിട്ട് ഒരു 0 ഇസ് ഈക്വൽ ടു x + 80. അപ്പൊ x എത്രയായിരിക്കും? 800. x 800. സിമ്പിൾ. ആ ലോജിക്ക് പറയാനാണ് കുറച്ച് സമയം എടുത്തത്. ഒന്നുകൂടെ ഒന്ന് ആലോചിച്ച് കത്തിച്ചെടുക്കുക, കത്തിയില്ലെങ്കിൽ. അടുത്ത 14, ഇൻകം എക്സ്പെൻഡിച്ചർ. ഓക്കെ, ദ ഇൻകം ഓഫ് Q ഈസ് 25% മോർ ദാൻ ദാറ്റ് ഓഫ് P ആൻഡ് P ആൻഡ് Q സെർവ്സ് ₹6,000 and 10,000 respectively. If the ratio of expenditure of Q to that of P is 10:9, find the sum of expenditure of P and Q. Okay, എന്താ പറഞ്ഞിട്ടുള്ളത്? The income of Q is Qന്റെ ഇൻകം പിയുടെ ഇൻകത്തേക്കാൾ 25% കൂടുതലെന്ന് പറഞ്ഞാൽ 25% 1/4 അല്ലേ? അപ്പോൾ ഇയാളുടെ 4 ആണെങ്കിൽ ഇയാളുടെ 5 ആയിരിക്കും. ഓക്കെ, ഇത്രയും കാര്യം ഓക്കെയാണ്. ആൻഡ് P ആൻഡ് Q സെർവ്സ് ₹6,000 ആൻഡ് സേവിങ്സ്. ഇതിപ്പം നമ്മൾ ഇൻകം ആണ് പറഞ്ഞത്, ഇൻകത്തിന്റെ റേഷ്യോ. ഇനി സേവിങ്സ് പറഞ്ഞിട്ടുണ്ട്. എത്ര സേവിങ്സ്? ആരുടെ ആയിരുന്നു? P ആൻഡ് Q സേവ്സ് 6000. പിയുടെ ആണ് കേട്ടോ, തെറ്റിയാണ്. ഇപ്പൊ 6000. ഇതോ ക്യൂവിന്റെ എത്ര പറ? 10,000. 6000 10,000. ഓക്കെ ആണല്ലോ. P ആൻഡ് Q എന്നാണല്ലോ. ഓക്കെ, ഇഫ് ദ റേഷ്യോ ഓഫ് എക്സ്പെൻഡിച്ചർ ഓഫ് Q ടു ദാറ്റ് ഓഫ് ക്യൂവിന്റെ പിന്റെ എക്സ്പെൻഡിച്ചറിന്റെ റേഷ്യോ ഉണ്ട് 10:9. എക്സ്പെൻഡിച്ചർ 10:9. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് സം ഓഫ് ദ എക്സ്പെൻഡിച്ചർ കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്കറിയാം ഇൻകം എന്ന് പറയുന്നത് സേവിങ്സ് എക്സ്പെൻഡിച്ചർ. ഇത് നമ്മളെ റിലേഷൻ എന്താ? നമുക്കതിൽ ഇൻകം ഉണ്ട്. ആ ഇൻകത്തിൽ നിന്നായിരിക്കും നമ്മൾ കുറച്ച് സേവ് ചെയ്യും, കുറച്ച് ചിലവാക്കും. അപ്പോൾ ഇപ്പോൾ ഇൻകം 5x-ഉം 4x-ഉം ഒന്നും എടുത്താൽ ആ 5x 4x നിന്ന് ഇത് കുറയ്ക്കുമ്പോൾ കിട്ടുന്ന റേഷ്യോ ആയിരിക്കും ഇതല്ലേ. രണ്ട് രീതിയിൽ ചെയ്യാം. ഞാൻ പറയുന്നു ഇൻകം 5x, അതിൽ നിന്ന് 10,000 കുറയുന്നതാണ് ഇൻകത്തിൽ നിന്ന് സേവിങ്സ് കുറച്ച എക്സ്പെൻഡിച്ചർ കിട്ടും. അതേപോലെ ഇയാളുടെ 4x-ൽ നിന്ന് 6000 കുറയ്ക്കുമ്പോൾ കിട്ടുന്ന റേഷ്യോ ആണ് 10/9. ഓക്കെ, ഇനി നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ഇവിടെ ആദ്യം 9×5 45x മൈനസ് 9 1 2 3 4 0 10 വെച്ച് 40x മൈനസ് 6 കഴിഞ്ഞിട്ട് 1 2 3 4. ഓക്കെ,
ഇതിങ്ങിപ്പുറം കൊണ്ടുപോകും 45 40 കുറച്ച 5x ഇസ് ഈക്വൽ ടു ഇയാളെ അപ്പുറം കൊണ്ടുപോകും 90,000 മൈനസ് 60,000 90,000 നിന്ന് 60,000 കുറച്ചാൽ ഈ മൈനസ് അപ്പുറം പോകുമ്പോൾ പ്ലസ് ആവുക അതുകൊണ്ടാണ് 90 30,000 ക്യാൻസൽ ചെയ്യും 6,000 കിട്ടി x 6,000 കിട്ടി. എന്ത് നമുക്ക് വേണ്ട ഫൈൻഡ് ദ സം ഓഫ് എക്സ്പെൻഡിച്ചർ ഓക്കെ. അപ്പോൾ ഇവിടുന്ന് 6,000 ഇപ്പോൾ ഇവിടുന്ന് 6 × 5 30,000 കിട്ടും. ഇത് 4 × 6 24,000 കിട്ടും. നമുക്ക് വേണ്ടത് എക്സ്പെൻഡിച്ചർ ആകുമ്പോൾ എക്സ്പെൻഡിച്ചർ വേണമെങ്കിൽ 30,000 10,000 കുറ 20,000 ആയിരിക്കും ഇയാളുടെ എക്സ്പെൻഡിച്ചർ. ഇനി 24,000 6,000 കുറ 24,000 6,000 കുറച്ച് കഴിഞ്ഞാൽ 18,000 20,000 18,000 കുറച്ചാൽ 38,000 കിട്ടും. ഓക്കെ, ഇത് നമുക്ക് എക്സ്പെൻഡിച്ചറിൻ്റെ റേഷ്യോ എടുത്തും ചെയ്യാമായിരുന്നു. കാര്യം ഇവിടെ 10:9 അവിടുത്തെ മൾട്ടിപ്പിൾ 2 വരും. ഇപ്പോൾ 2 മൾട്ടിപ്പിൾ വരും. ഇപ്പോൾ 20,000 18,000 നമുക്ക് കിട്ടും. അങ്ങനെ വേണമെങ്കിലും ചെയ്യും. ഇവിടെ നമ്മൾ എന്താ ചെയ്തത്, ഇൻകത്തിൽ നിന്ന് സേവിങ്സ് കുറയ്ക്കുമ്പോൾ എക്സ്പെൻഡിച്ചറിൻ്റെ റേഷ്യോ കിട്ടും എന്നുള്ള എടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അടുത്ത 56% ഓഫ് എക്സ് ഈസ് 70 ആൻഡ് വൈ ഈസ് 60% ഓഫ് എക്സ്. ഫൈൻഡ് ദ വാല്യൂ. ഓക്കെ, 56% എന്ന് പറഞ്ഞാൽ 56/100 അല്ലേ ഓഫ് എക്സ്. ഇത് 70 ആണെങ്കിൽ അപ്പോൾ നമുക്ക് 7 വെച്ച് ക്യാൻസൽ ചെയ്താൽ 10 7 70 8 56. ഇനി 8 10 കൂടെ വീണ്ടും ക്യാൻസൽ ചെയ്താൽ 4 5 പാതി എടുത്തു. 4 100 ക്യാൻസൽ ചെയ്താൽ ഇവിടെ 25 ആണ്. അപ്പോൾ എക്സ് കിട്ടി 125. എന്ത് നമുക്ക് കണ്ടുപിടിക്കണ്ടേ? ഇനി വൈ എന്ന് പറയുന്നത് 60% ഓഫ് എക്സ്. 60% എത്രയാണ്? 3/5 ഓഫ് 125. ഇവിടെ എത്ര 25 5 100 അപ്പോൾ 75 കിട്ടി. വൈ 75 കിട്ടി. എന്ത് നമുക്ക് കണ്ടുപിടിക്കണ്ടേ? ഫൈൻഡ് ദ വാല്യൂ ഓഫ് 40% എക്സ് പ്ലസ് വൈ. എക്സും വൈയുടെ കൂട്ടി 200. 200ന്റെ 40% എത്ര? 40% 2/5 40 × 2 80 ഇത്രയേ ഉള്ളൂ. ഓക്കെ, ആദ്യമേ ഞാൻ എക്സ് കണ്ടുപിടിച്ചു, പിന്നെ വൈ കണ്ടുപിടിച്ചു, എക്സ് പ്ലസ് വൈ സം എടുത്തു, അതിൻ്റെ 40%. ഓക്കെ ആണ്. അടുത്തത് 10 men can do a work in 25 days. If the ratio of efficiency of a man to a woman is 2:1, then in how many days 25 women can do the same work? Okay, 10 men can do a work in 25. അപ്പോൾ 10 മെന്നിന് 25 ഡേയ്സ് കൊണ്ട് വർക്ക് ചെയ്യാൻ പറ്റും. ദ റേഷ്യോ ഓഫ് എഫിഷ്യൻസി ഓഫ് എ മാൻ ടു വുമൺ. ഇപ്പം മാനിൻ്റെയും വുമൻ്റെ എഫിഷ്യൻസിയുടെ റേഷ്യോ 2/1 എന്ന് പറയും. അപ്പം മാൻ്റെ എഫിഷ്യൻസി 2 എന്ന് കൊടുക്കാം, വുമൻ്റെ 1 എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ടോട്ടൽ വർക്ക് എത്ര കിട്ടും? 10 മെന്നിൻ്റെ എഫിഷ്യൻസി 10 × 2 അവർ 25 ദിവസം കൊണ്ട് ചെയ്യുന്നതായിരിക്കും ടോട്ടൽ വർക്ക്. 25 × 2 50, അപ്പോൾ 500 കിട്ടും. ഇതാണ് ടോട്ടൽ വർക്ക്. ഇതിനി 500 വർക്ക് ആരെ കൊണ്ട് കംപ്ലീറ്റ് ചെയ്യിക്കണം പറ? 25 വുമൺ. ഓരോ വുമണിനും 25 എഫിഷ്യൻസി. അപ്പോൾ എത്ര ദിവസം കൊണ്ടായിരിക്കും ചെയ്യുന്നത്? 20 ദിവസം കൊണ്ടായിരിക്കും വർക്ക് കംപ്ലീറ്റ് ആകുന്നത്. ആൻസർ 20. എത്ര ദിവസം കൊണ്ടെന്നാണ്? The present age of a mother is 200% more than son. After 4 years, the age of mother will be 150% more than that of son. Okay, find the present age of the mother. Okay, the present age of a mother. Mother ഉണ്ട്, son ഉണ്ട്. 200% more. അതായത് ഇപ്പോൾ ഇവിടെ 1 ആണെങ്കിൽ 1ൻ്റെ 100% 1 തന്നെ, 200% 2 ആണ്. 2 കൂടുമ്പോൾ ഇത് 3 ആകും. അപ്പോൾ 3:1 ആണ് റേഷ്യോ. ആഫ്റ്റർ 4 years, the age of mother will be 150%. 150% എന്ന് പറയുമ്പോൾ എങ്ങനെ എടുക്കണം? ഇപ്പോൾ 2 ആണ് നമ്പർ. 2ൻ്റെ 100% 2 തന്നെ, 150% 3 കിട്ടും. അപ്പോൾ 2 5 ആയിരിക്കും. എടുത്താൽ മനസ്സിലായോ? നിങ്ങൾക്ക് ഇവിടെ 100 എന്നൊക്കെ എടുത്ത് എഴുതി ചെയ്യാം. അപ്പോഴും നിങ്ങൾക്ക് ക്യാൻസൽ ചെയ്യുമ്പോൾ ഇതേ റേഷ്യോ കിട്ടും. ഞാൻ വേണേൽ കാണിച്ചു തരാം. ഇപ്പോൾ 100% ആണെങ്കിൽ 200 കൂടി കഴിഞ്ഞാൽ 300 എന്നും, ഇവിടെ 100 ആണെങ്കിൽ 150 കൂടി കഴിഞ്ഞാൽ എത്ര? 250 ഒന്നും വരത്തില്ലേ? എല്ലാം വെട്ടിയേ 5 2 കണ്ടോ? അവിടെ നിങ്ങൾക്ക് 1 3 2 5 കിട്ടി. അത് ഞാൻ ഒറ്റ സ്റ്റെപ്പിൽ പറഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങനെയാണ് മനസ്സിലാവുന്നത്. ആദ്യം അങ്ങനെ എഴുതിക്കോണേ. ഇനി എന്താ പറഞ്ഞ ഫൈൻഡ് ദ പ്രസന്റ്. ഓക്കെ, അപ്പോൾ എത്ര വർഷം കഴിഞ്ഞപ്പോഴാണ്? ഓക്കെ, ഈ റേഷ്യോ ഇങ്ങനായി. 4 വർഷത്തെ ഗ്യാപ്പാണ് രണ്ടുപേർക്കുള്ളത്. അപ്പോൾ നോക്കാം നമുക്ക്
4 വർഷം. അപ്പോൾ 4 വർഷം കൊണ്ട് ഈ 3 എന്നുള്ളത് 5 ആയി, അതായത് 2 കൂടി. 1 എന്നുള്ളത് 2 ആയത്, അത് 1 യൂണിറ്റ് കൂടി. ദാറ്റ് ഡസ് നോട്ട് മേക്ക് സെൻസ്. അതായത് രണ്ടിടത്ത് ഒരേ വർഷമാണെങ്കിൽ ഈ റേഷ്യോ പ്രകാരം ഒരേ മാറ്റം വരണം. അതാണ്. അതല്ലേ നിങ്ങൾക്ക് എക്സിറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് വേറെ സ്റ്റെപ്പുകളായിരിക്കും വരുന്നത്. നമ്മൾ മുമ്പേ ചെയ്ത പോലെ റേഷ്യോ പെട്ടെന്ന് ചെയ്യുന്ന മെത്തഡാണ് പറയുന്നത്, ശ്രദ്ധിക്കുക. ഇത് ആദ്യത്തെ റേഷ്യോ, ഇത് രണ്ടാമത്തെ റേഷ്യോ. അപ്പോൾ ഇവർ തമ്മിൽ 4 വർഷത്തെ ഗ്യാപ്പ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 4 വർഷത്തെ ഗ്യാപ്പ് ആണെങ്കിൽ അക്കോർഡിംഗ് ടു റേഷ്യോയുടെ കൺസെപ്റ്റ് വെച്ച് ഈ 3 എന്ന് പറയുന്ന അത് എത്ര കൂടിയോ അതായിരിക്കണം ഇവിടെയും കൂടണ്ട അല്ലേ. 4 വർഷം രണ്ടുപേർക്കും ഒരേ പ്രായമല്ലേ കൂടത്തുള്ളേ. അപ്പോൾ പക്ഷേ ഇവിടെ അങ്ങനെയല്ല. അപ്പോൾ അത് ചെയ്യേണ്ടുന്ന മെത്തേഡ് എന്താ? ഈ 5ഉം 2ഉം തമ്മിലുള്ള ഡിഫറൻസ് എത്ര? 3. ആ 3 കൊണ്ട് മോളി ഗുണിച്ചേ 3 9 3 3. ഇനി 3 1 തമ്മിലുള്ള ഡിഫറൻസ് എത്ര? 2. ആ 2നെ ഇവിടെ ഗുണിച്ചേ 10 4. ഇപ്പോഴൊന്ന് നോക്കേ, ഇതാണ് നമ്മുടെ പുതിയ റേഷ്യോ. ഇനി ഈ റേഷ്യോ നോക്കരുതേ. 9 എന്നുള്ളത് 10 ആയില്ലേ, 1 യൂണിറ്റ് അല്ലേ കൂടിയത്. 3 എന്നുള്ളത് 4 ആയില്ലേ, 1 യൂണിറ്റ് അല്ലേ കൂടിയത്. ഇപ്പൊ ഇവിടെ രണ്ടിടത്ത് ഒരേ മാറ്റമല്ലേ. അപ്പോൾ 1 യൂണിറ്റ് ആണ് 4 വർഷം. ഓക്കെ, ഇനി നമുക്ക് എന്താണ് ഫൈൻഡ് ദ പ്രസന്റ് ഏജ് ഓഫ് ദ മദർ. മദറിന്റെ പ്രസന്റ് ഏജ് എത്ര? 9 × 4 36. ഇത്രയേ ഉള്ളൂ കണ്ടുപിടിക്കാം. ഈ 9നെ 9 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 4 കൊണ്ട് ഗുണിച്ച് 9 × 4 36. എന്തും കണ്ടുപിടിക്കും. ഇപ്പം സണ്ണിന്റെ പെർസെൻറ്റേജ് ആയിരുന്നെങ്കിൽ 3 × 4 12 കിട്ടിയാന്. ഇനി ആഫ്റ്റർ 4 ഇയേഴ്സിലെ കണ്ടീഷൻ ചോദിച്ചാൽ ഇവിടെ ഗുണിച്ചാണ്. ഓക്കെ, നിങ്ങൾ എക്സിറ്റ് ചെയ്യുന്നതിനേക്കാളും ബെറ്റർ ഇതാണ്. ഒന്നുകൂടെ ഒന്നൊന്ന് കേട്ട് നോക്കിയാൽ മനസ്സിലാവും. 18. X and Y started a business with the investment of ₹10,000 for 8 months and rupees P for 5 months respectively. ഓക്കെ, അപ്പോൾ എക്സ് ഉണ്ട്, വൈ ഉണ്ട്. എക്സ് എത്രയാ? 10,000 ആണ്, 8 മാസം. ഇതായി ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ്. അടുത്ത പി, വൈയുടെ പി ആണ് എത്ര മാസത്തേക്ക്? 5 മാസത്തേക്ക്. ഇത് പ്രോഫിറ്റ് ഷെയർ ഓഫ് എക്സ് ഈസ്, ഇനിയിപ്പോൾ ഇതാണ് ഇവരുടെ ഇൻവെസ്റ്റ്മെന്റ് റേഷ്യോ എങ്കിൽ പ്രോഫിറ്റും ഷെയർ ചെയ്യുന്ന ഇതേ റേഷ്യോയിലായിരിക്കും. അതാണ് നമ്മുടെ പാർട്ണർഷിപ്പിന്റെ ലോജിക്ക്. നമ്മൾ എത്ര പൈസ ഇട്ടോ എത്ര കാലയളവിലേക്ക് ഇട്ടോ അതനുസരിച്ചായിരിക്കും പ്രോഫിറ്റ് കിട്ടുന്നത്. ഓക്കെ, കൂടുതലിട്ട് പൈസ ഇട്ടാൽ കൂടുതൽ കിട്ടും, കുറച്ചിട്ടാൽ കുറച്ച് കിട്ടും. അതാണ് പ്രോഫിറ്റ് ഷെയറിങ്ങിന്റെ ലോജിക്ക്. ഇപ്പോൾ ഇവിടെ എക്സിന് കിട്ടിയത് 12,000 ആണ് ഔട്ട് ഓഫ് ദ ടോട്ടൽ 18,000. അപ്പോൾ എക്സിന് 12,000 കിട്ടി. അപ്പോൾ ബാക്കി മൊത്തം 18. അപ്പോൾ ബാക്കി വൈക്കായിരിക്കും കിട്ടി. ബാക്കി 6,000 കിട്ടി. 3 0 3 0 ക്യാൻസൽ ആയി. ഇവിടെ 2 1 വരും. ഇനി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തേ. അപ്പോൾ 10,000 × 8 എത്ര? 80,000 ഈസ് ഈക്വൽ ടു ഇവിടെ 10 പി എന്ന് കിട്ടും. ക്യാൻസൽ ചെയ്യുമ്പോൾ പി 8,000. എന്ത് കണ്ടുപിടിക്കാം? പി ആണ് കണ്ടുപിടിക്കേണ്ടത്. ₹8,000. എത്രയേ ഉള്ളൂ. സിമ്പിൾ. 19. പൈപ്പ് ആൻഡ് സിസ്റ്റം ആണ്. പൈപ്പ് ക്യാൻ ഫിൽ എ ടാങ്ക് ഇൻ 36 hours. ഓക്കെ, ഒരു പൈപ്പിന് 36 hours കൊണ്ട് ഫില്ല് ചെയ്യാൻ പറ്റും. ഓക്കെ, ആഫ്റ്റർ 33% ഓഫ് ടാങ്ക് ഈസ് ഫിൽഡ്. അപ്പോൾ 1/3 പോർഷൻ ഫിൽഡ് ആയി. 2 more identical pipes are connected to the tank. Then find the total time. ഓക്കെ, ഇവിടെ അപ്പോൾ ആദ്യം ഒരു പൈപ്പ്, പിന്നീട് അങ്ങനെ മൊത്തം 3 പൈപ്പ് ഉണ്ട്. ഇപ്പോൾ ടോട്ടൽ എഫിഷ്യൻസി നമ്മൾ 36. ഓരോരുത്തർക്കും ഒന്ന് തന്നെയാണ്. ടോട്ടൽ 36 വർക്കാണ്. ഓരോരുത്തരും ഓരോ വർക്ക് ചെയ്തായിരിക്കും ചെയ്യുന്നത്. അപ്പം 36ന്റെ 1/3 പോർഷൻ 33.33% 1/3 പോർഷൻ കംപ്ലീറ്റ്. അപ്പോൾ 12 യൂണിറ്റ് ഫില്ലായി. ഇനി ബാക്കി എത്ര ഉള്ളത്? 24 ഉള്ളത്. അപ്പോൾ 12 യൂണിറ്റ് കംപ്ലീറ്റ് ആയേ. ബാക്കി ഇനി 24 യൂണിറ്റ് ഉണ്ട്. 24 യൂണിറ്റ് കംപ്ലീറ്റ് ചെയ്യണം. ഇനി എത്ര പേരുണ്ട്? ഒരാളല്ല, 3 പേരുണ്ട്. അപ്പോൾ 8 മണിക്കൂറാണ്. ഇനി അതിൻ്റെ ടോട്ടൽ ടൈമാണ് ചോദിച്ചിരിക്കുന്നത്. ശ്രദ്ധിക്കണം, 8 അല്ല ആൻസർ. എന്താ ടോട്ടൽ ടൈം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ആൾ എത്ര സമയം എടുത്താണ് ഇവിടെ? ആദ്യം ഒരു പൈപ്പല്ലേ ഉള്ളോ, അയാളുടെ എഫിഷ്യൻസി 1 ആണല്ലോ. 1 യൂണിറ്റ് വെച്ച് 12 യൂണിറ്റ് വർക്ക് ചെയ്യണമെങ്കിൽ 12 മണിക്കൂർ അയാൾ വർക്ക് ചെയ്തതാണ്. അപ്പോൾ 12 8 കൂടെ കൂട്ടുന്ന 20 ആയിരിക്കും ടോട്ടൽ. എത്ര ടോട്ടൽ ടൈം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത 20ാമത്തെ ക്വസ്റ്റ്യൻ. ഇഫ് ₹100 വൈ ഇൻവെസ്റ്റഡ് അറ്റ് ദ റേറ്റ് ഓഫ് 25% per annum on simple interest, then received ₹2,500 as simple interest after 2 years. ഓക്കെ, ഫൈൻഡ് ദ പ്രിൻസിപ്പൽ. സിമ്പിൾ. അപ്പോൾ 100 വൈ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തു. ഓക്കെ, 25% per annum. 25% നമുക്കറിയാം 1/4 ആണ്. എത്ര വർഷത്തേക്കാണ്? 2 വർഷത്തേക്കാണ്. × 2. ഇതാണ് പലിശ. ഈ പലിശയാണ് 2,500 എന്ന് പറഞ്ഞിരിക്കുന്നത്. 2 വെട്ടി. വേറെ ഇനി വേറെ വെട്ടാനൊന്നുമില്ല. അപ്പോൾ ഇവിടെ
2 ഇൻറ്റു വൈ ഉണ്ട്. ഈ 4നെ ഞാൻ അങ്ങോട്ട് ഗുണിച്ചപ്പോൾ 100 ആയി. 2y = 100 ആണ്, y = 50 കിട്ടും. അപ്പോൾ പ്രിൻസിപ്പിൾ എത്രയായിരിക്കും? 100y അല്ലേ പ്രിൻസിപ്പിൾ? 100നെ 50 കൊണ്ട് ഗുണി, 5 കഴിഞ്ഞിട്ട് 3 0. 5 കഴിഞ്ഞിട്ട് 3 0, ഇതായിരിക്കും ആൻസർ. ഓക്കെ ആണല്ലോ, സെറ്റ് ആണല്ലോ.